കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിന് വേണ്ടി അടികൂടുകയല്ല ചെയ്യേണ്ടത്, പരസ്പരം തമ്മിൽ തല്ലുകയല്ല ചെയ്യേണ്ടത്. ജനങ്ങളിലേക്ക്, സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് വേണ്ടത്. സാധാരണക്കാരുമായിട്ടുള്ള ബന്ധം അത് വിച്ഛേദിക്കപ്പെടുകയാണെങ്കിൽ എത്രയൊക്കെ പ്രചരണം കൊട്ടിഘോഷിച്ചാലും വിജയിക്കുകയില്ല. കെ സുധാകരൻ അത് വ്യക്തമായി കോൺഗ്രസ് അണികളോട് പല സമ്മേളനങ്ങളിലായി ഓർമ്മിപ്പിച്ച കാര്യമാണ്. സാധാരണക്കാരുടെ വിഷമം, ദൈനംദിന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ കഴിയാതിരുന്നാൽ പിന്നെ അവർക്ക് നിലനിൽപ്പില്ല. ജനങ്ങളുമായുള്ള ബന്ധം അതായിരിക്കണം ഓരോ കോൺഗ്രസ്സുകാരൻ്റെയും അടിത്തറ എന്ന് ഉരുവിടുകയാണ് അദ്ദേഹം. ശശി തരൂർ സാധാരണ രീതിയിൽ പാർട്ടി പ്രവർത്തനം നടത്തി വന്ന ആളല്ല. താൻ താഴെത്തട്ടിൽ നിന്നും പാർട്ടി പ്രവർത്തനം നടത്തി വന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് കൃത്യമായും ഗ്രാസ് റൂട്ട് ലെവലിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം മറ്റേത് നേതാവിനേക്കാൾ കൃത്യവും ചടുലവുമായി അറിയാൻ കഴിയും. സാധാരണക്കാരൻ്റെ വികാരം അത് കൃത്യമായി ഉൾക്കൊള്ളാനും സാധിക്കും. തരൂറിനോട് കൃത്യമായി ഉപദേശം നൽകിയിട്ടുണ്ട്. ഫോണിൽ കൂടി തന്നെയാണ് ഉപദേശം നൽകിയതെന്ന് കെ സുധാകരൻ പറയുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ഇന്ന് മനോരമയിൽ വന്ന, അതായത് മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന കാർട്ടൂണിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം, അദ്ദേഹത്തിന് ഏത് രീതിയിലാണ് ഉപദേശം നൽകിയത്, അത് അഡ്വൈസാണോ കമാൻഡാണോ, ഇത്തരത്തിൽ കുറേയധികം ഇംഗ്ലീഷ് പദങ്ങൾ മാറി മാറി ഉപയോഗിക്കുകയാണ്. നമ്മൾ കൃത്യമായി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇംഗ്ലീഷാണ് പ്രധാനം എന്ന് അഡ്വക്കേറ്റ് എസ് ജയശങ്കർ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പറഞ്ഞ ഒരു കാര്യം ഓർമ്മിക്കുകയാണ്. അതെ, ഇംഗ്ലീഷ് ഒരു പ്രാധാന്യ ഘടകം തന്നെയാണ്. തരൂറിനെ പോലൊരു വ്യക്തി, വളരെയധികം വൊക്കാബുലറി ഉള്ള ഒരു വ്യക്തി, കൃത്യമായും ഏത് വാക്കുകളെക്കുറിച്ചും അതിനെ വിശകലനം ചെയ്യാൻ കഴിയുന്ന വ്യക്തി. ഫ്ലോക്സി, നോസി, നിഹിൽ, പ്യൂരിഫിക്കേഷൻ തുടങ്ങിയ വാക്കുകളൊക്കെ അനായാസം ഉച്ചാരണം നടത്തി അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിൻ്റെ ഒരു തീക്ഷ്ണത. വൈ ഐ ആം എ ഹിന്ദു, പാക്സ് ഇൻഡിക്ക, ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ തുടങ്ങിയ ലിറ്റററി പുസ്തകങ്ങൾ, അതിനകത്ത് ഫിക്ഷൻ, നോൺ ഫിക്ഷൻ എന്നീ കാറ്റഗറിയിൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള തരൂറിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം എന്നത് അദ്ദേഹത്തിന് കഴിയുന്ന ഒരു കാര്യമല്ല. എന്നാൽ പോലും അദ്ദേഹം 4 തവണയായി തിരുവനന്തപുരത്ത് നിന്നും 2009 മുതൽ തുടർച്ചയായി അദ്ദേഹം ജയിച്ച് MP ആയി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം ഏതൊക്കെ രീതിയിൽ താഴെത്തട്ടിൽ പ്രതിഫലിക്കും. അദ്ദേഹത്തിന് വേണ്ടി പണിയെടുത്ത സാധാരണക്കാരായ പ്രവർത്തകർ മത്സരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആ പ്രവർത്തകർക്ക് വിജയിക്കാൻ കഴിയുന്ന സമയമാണ്. ത്രിതല പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ഒക്കെ വരുന്ന സ്ഥലത്ത് ആ സമയത്ത് താഴെത്തട്ടിലുള്ള പ്രവർത്തകർ അവരെ ജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട MP എന്ന രീതിയിൽ തരൂരിനില്ലേ എന്നാണ് മുതിർന്ന നേതാവായ K മുരളീധരൻ വീണ്ടും ചോദിച്ചത്. താനൊരു സാധാരണ പ്രവർത്തകനാണെന്നും തരൂരിനെ പോലെ വലിയ പരിജ്ഞാനമൊന്നും ഇല്ല എന്നും, എന്നാൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം അറിയാമെന്നും പറയുമ്പോഴാണ് അവിടെ ആ വാക്കുകൾക്ക് ഏറെ അന്തസ്സ് വരുന്നത്.